ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രോദയത്ത് വലിയ യുദ്ധം നടക്കാൻ പോവുകയാണ്. നമ്മുടെ സുതിയാണ് രേവതിയുടെ സ്വർണം എടുത്തുകൊണ്ട് വിറ്റത്, പണയം വെച്ചത് എന്നൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ രവീന്ദ്രൻ അടങ്ങി നിൽക്കുമോ? നിന്റെ മകന് നാണമില്ലേ? വേറെ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കത്തില്ലേ? എൻ്റെ പൊന്നു ചന്ദ്രൻ, നിന്റെ മകന് രേവതിയുടെ പൈസ മാത്രമേ, രേവതിയുടെ സ്വർണം മാത്രം എടുത്തുകൊണ്ട് പോയി വിറ്റ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അവന് വേറൊരു വഴിയിൽ പൈസ ഉണ്ടാക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നാണമില്ലല്ലോ? എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ ദേ കുറ്റം രേവതിയുടെയും അവരുടെ വീട്ടുകാരുടെയും തലയിൽ കൊണ്ട് വെക്കാൻ. ഓ ദേ എൻ്റെ അമ്മയെ പോലും നീ കുറ്റപ്പെടുത്തിയില്ലേടി ചന്ദ്രൻ? എന്തൊരു ജന്മമാടി നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ചന്ദ്രൻ നീ ചെയ്തത്? നാണം ഉണ്ടോ നിനക്ക്? ഓ എൻ്റെ ഭാര്യ എന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു 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 മനസ്സിന് വരാത്തൊരു മടുപ്പ് തോന്നുകയാണ്. നിൻ്റെ കൂടെ കഴിയാനേ എനിക്ക് പേടിയാണ്. ചിലപ്പം നീ എന്തിനും വേണ്ടിയും എന്നെ നീ കൊല്ലും, നിൻ്റെ മകന് വേണ്ടി നീ എന്നെ കൊല്ലും. അത് പിന്നെ രവിയേട്ടാ, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്ലീസ് രവിയേട്ടാ. ഇനിയൊന്നും പറയുന്നില്ല, ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. സഹിക്കാവുന്നതിന് അപ്പുറം ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതില്ല. ഇനി എന്തിനാ ഞാൻ സഹിക്കുന്നത്? ഇനി ഈ ജന്മം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിന്നോട് ഞാൻ സംസാരിക്കത്ത് പോലുമില്ല ചന്ദ്രൻ. എനിക്ക് മതിയായി. എന്തിനാ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്? ഇനി അതിൻ്റെ ആവശ്യമില്ല ചന്ദ്രൻ. അതുകൊണ്ട് പറയുക, നീ എൻ്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോക്കോ. ഒരു വീട്ടിൽ നമുക്ക് കഴിയാം, പക്ഷേ എനിക്ക് വേണ്ട. നിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് വേണ്ട. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് നിന്നോട്. ദേ വീട്ടിൽ കഴിയുന്ന രണ്ട് വ്യക്തികൾ മാത്രമായിരിക്കും നമ്മൾ, ഒരു വീട്ടിൽ കഴിയുന്ന രണ്ട് വ്യക്തികൾ. ഏതായാലും ഈ സമയത്ത് രവീന്ദ്രൻ നേരെ മേളിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, രവിയേട്ടനെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നമ്മുടെ മോന് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? രവിയേട്ടൻ എന്തത് മനസ്സിലാക്കാത്തത്? നമ്മുടെ മോന് വേണ്ടിയല്ലേ രവിയേട്ടൻ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് രവിയേട്ട. എൻ്റെ ചങ്ക് പൊട്ടിപ്പോവാ. ഞാൻ മക്കൾക്ക് വേണ്ടി അല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? അതെന്താ രവിയേട്ടൻ മനസ്സിലാക്കാത്തത്? എന്നോട് ഈ ജന്മം രവിയേട്ടൻ സംസാരിക്കില്ല അല്ലേ? വേണ്ട, ഈ ജന്മം എന്നോട് സംസാരിക്കേണ്ട. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആരാ? ഈ ചന്ദ്രയാണല്ലോ. എനിക്കറിയാം. ഈ വീട്ടിലെ സന്തോഷം കെടുത്തുന്നത് ഞാനാണല്ലോ. ഞാനപ്പം ഈ വീട്ടിൽ വേണ്ട. ഞാനില്ലാതായാലേ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി കഴിയാലോ. അപ്പം പിന്നെ അത് മതി. ഇനിയിപ്പം ഞാൻ നിങ്ങൾക്കൊരു ശല്യം ആവില്ല ഒരിക്കലും. നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക. അത് മതി. ഒരിക്കലും ഞാൻ ആർക്കും ശല്യമാവില്ല ഇനി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കള്ളക്കണ്ണീരും പൂങ്കണ്ണീരും ഒക്കെ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്ര ഇറങ്ങി ഒരു ഒറ്റ പോക്കാണ് കേട്ടോ. എനിക്ക് ആരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് റൂം അങ്ങ് അടച്ചിട്ടു കേട്ടോ. ഈ സമയത്ത് എല്ലാവർക്കും ചെറിയൊരു പേടിയുണ്ട്. ചന്ദ്ര റൂമിനകത്ത് കയറി എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എവിടെന്ന് റൂമിനകത്ത് കയറി ചന്ദ്ര എന്ത് ചെയ്യാനാ? ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ ചെന്നിട്ട്, ഇത് എന്തു പറ്റി? വാതിൽ തുറക്കമ്മേ എന്ന് പറഞ്ഞിട്ട് വാതിലെ കൊട്ടുവാണ് കേട്ടോ അവര്. ഏതായാലും ഈ സമയത്ത് ചന്ദ്ര വാതിൽ തുറക്കുന്നുമില്ല. രേവതി സച്ചി മാറി നിൽക്കുക. രേവതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സച്ചിക്കാണ് നല്ല കലി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഭയങ്കരമായിട്ടും കതവ് തുറക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും അതിനോടൊപ്പം ശ്രുതിയും ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് പറഞ്ഞു, എടാ സച്ചി, അമ്മ വാതിൽ തുറക്കുന്നില്ല, നീ പോയി വിളിക്കുക. ഞാൻ പോയി വിളിക്കാനോ? എടാ നമ്മുടെ അമ്മയല്ലടാ, നീ പോയി വിളിക്കടാ. അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിയാലോ, അമ്മ എന്തെങ്കിലും ചെയ്താലോ? അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, വേണ്ട, ആരും പോയി വിളിക്കണ്ട, വാതിലെ കൊട്ടുകയും വേണ്ട. ആൻറ്റി ദേഷ്യം കാണിക്കുന്ന. നമ്മൾ കുറേ നേരം കൊട്ടിയിട്ട് തുറക്കാതെ ഇരുന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതെ നടക്കുമ്പോൾ താനേ തുറന്നു വന്നോളൂ. അല്ലാതെ എന്തിനാ വെറുതെ പോയി നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. സമയത്താണെങ്കിൽ ചന്ദ്ര ഇപ്പം വാതിൽ തുറക്കുന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ. എവിടെ നിന്ന് ആരും വാതിൽ തുറക്കുന്നുമില്ല കേട്ടോ. ചന്ദ്രയാണെങ്കിൽ കരച്ചിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രാത്രിയായി, എന്നിട്ടും നമ്മുടെ ചന്ദ്ര വാതിൽ തുറക്കുന്നില്ല. അപ്പം ശ്രുതിക്കാണ് ഭയങ്കര വെപ്രാളം. പൊന്നാര അമ്മയാണല്ലോ. അപ്പം നമ്മുടെ ശ്രുതി വന്നിട്ട്, ശ്രുതി എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ആൻറ്റി പോയി വാതിൽ അടച്ചേക്കുന്നത് കണ്ടില്ലേ? ശ്രുതി ഒന്നുകൂടെ പോയി വിളിക്കുക, തുറക്കട്ടെ. ഞാൻ പോയി വിളിക്കല്ലേ ശ്രുതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി വാതിലിട്ട് കൊട്ടുകയാണ് കേട്ടോ. ആൻറ്റി വാതിൽ തുറക്കാൻറ്റി, അമ്മേ വാതിൽ തുറക്കമ്മേ, ആൻറ്റി വാതിൽ തുറക്കാൻറ്റി, അമ്മേ വാതിൽ തുറക്കമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും വീണ്ടും വിളിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അയ്യോ സച്ചേട്ട പേടിയാവുന്നുണ്ടല്ലോ സച്ചേട്ട. എൻ്റെ സച്ചേട്ട എന്തായിരിക്കും സച്ചേട്ട? ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ എനിക്ക് ആകെപ്പാടെ പേടിയാവുക. അപ്പോഴത്തേക്ക് നമ്മുടെ
ശ്രുതി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ് ശ്രുതി, അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നീ നോക്ക്, ജനലിലൂടെ നോക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിനൊക്കെ പേടിയായി തുടങ്ങി കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛ എന്താ അച്ഛ, അതേ അച്ഛ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്, അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറ. എന്നിട്ട് ശ്രീകാന്തിന് പേടിയായിട്ട് ശ്രീകാന്ത് പോയി വാതിലിനിട്ട് അടിയോടടിയാണ് കേട്ടോ. എവിടെ നിന്ന്, നമ്മുടെ ചന്ദ്ര അടവ് പിടിച്ച മുതലല്ലേ, നമ്മുടെ ചന്ദ്ര വാതിൽ തുറക്കുമോ, എവിടെ നിന്ന് വാതിൽ തുറക്കാൻ, ചന്ദ്ര വാതിൽ തുറക്കുന്നില്ല. ഇനിയിപ്പം നമ്മുടെ രവീന്ദ്രൻ വന്ന് വിളിക്കാതെ ചന്ദ്രവാതിൽ തുറക്കത്തില്ല. ഈ സമയത്ത് രേവതിക്കാണ് ഭയങ്കര പേടി. സച്ചേട്ട വാതിൽ തല്ലിപ്പൊളിച്ചാലും കുഴപ്പമില്ല സച്ചേട്ട, എന്താ സച്ചേട്ട ഇത് വാതിൽ തുറക്കുന്നില്ല, പേടിയാവുക എന്നൊക്കെ പറയാണ്. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, എല്ലാത്തിനും കാരണം ഏട്ടാ സുധിയേട്ടൻ തന്നെയാണ്, സുധിയേട്ടൻ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് സുധി പറഞ്ഞു, അമ്മേ ഞാൻ കാരണം അമ്മയ്ക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്, സോറി അമ്മേ ബാ അമ്മേ എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും വീണ്ടും രേവതിക്ക് പേടി. രേവതി പറഞ്ഞു, സച്ചേട്ട ഞാൻ പോയി വാതിൽ മുട്ട, ഞാനൊന്ന് വിളിച്ചു നോക്കാം. എൻ്റെ പൊന്നു സച്ചേട്ടൻ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നീ വിളിച്ച് ഇപ്പം അമ്മ ഇറങ്ങി വരുമോ, നീ മിണ്ടാതെ അവിടെ ഇരിക്കണേ, വേറെ പണിയില്ല നിനക്ക്, നീ അവിടെ ഇരിക്കാനാണ് നിന്നോട് പറഞ്ഞത്. അത് പിന്നെ സച്ചേട്ട അമ്മ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമെന്നുള്ള പേടിയാണ് എനിക്ക്. മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുള്ളതാ. അമ്മേനെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അമ്മ ഒന്നും ചെയ്യാൻ പോകുന്നില്ല റൂമിനകത്ത് നിന്ന്. ഷോയ, വൻപൻ ഷോയ, അല്ലാതെ പിന്നെ എന്തുവാ പറയുക. അപ്പോൾ നമ്മുടെ ശ്രുതി പുറകിൽ നോക്കിയിട്ട് വരികയാണ്. അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി അമ്മേനെ കണ്ടോ? ഇല്ല, ജനൽ അടച്ചിട്ടേക്ക് കാണാൻ പറ്റത്തില്ല അമ്മേനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്, എൻ്റെ ഈശ്വര ഭഗവാനെ ഞാൻ കാരണമാണല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി. അപ്പോൾ ശ്രുതി വന്നിട്ട് രവീന്ദ്രനോട് പറയാം, അങ്കിൾ ഒന്ന് വാ അങ്കിൾ വന്ന് സംസാരിച്ച ആൻറ്റി വാതിൽ തുറക്കും, പ്ലീസ് അങ്കിളെ വാ അങ്കിളെ ഒന്ന് വന്ന് തുറക്കാൻ പറയ അങ്കിളെ, പ്ലീസ് അങ്കിളെ ഒന്ന് പറയ അങ്കിളെ പ്ലീസ് അങ്കിള് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേൾക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു കേട്ടോ, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കേൾക്കും. അച്ഛ പ്ലീസ് അച്ഛ, നമ്മുടെ അമ്മയല്ലേ അച്ഛ ഒന്ന് പറയച്ച, വാതിൽ തുറക്കാൻ പറയച്ച. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, എൻ്റെ പൊന്ന് ശ്രീകാന്ത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, വിശക്കും ആൻറ്റി ഇറങ്ങി വന്നോളൂന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. വർഷയ്ക്ക് അറിയാം ഈ വക അടവൊക്കെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ എന്ത് ചെയ്യുന്നു, വാതിൽ തുറക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ രവീന്ദ്രൻ നേരെ സ്റ്റേഴ്സ് കയറിയിട്ട് മേളിൽ പോവുകയാണ്. എവിടെ നിന്ന് മൈൻഡ് പോലും നമ്മുടെ രവീന്ദ്രൻ ചെയ്യുന്നില്ല. കാരണം രവീന്ദ്രൻ അത്രയ്ക്ക് ദേഷ്യമായി പോയി ചന്ദ്രയോട്. എവിടെ നിന്ന് നമ്മുടെ ചന്ദ്ര വാതിലും തുറക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറി മാറി കൊട്ടുന്നു, വിളിക്കുന്നു. എവിടെ നിന്ന് ആരും നമ്മുടെ ചന്ദ്രവാതിൽ തുറക്കുന്നേ ഇല്ല. രവീന്ദ്രൻ വരാതെ തുറക്കുമോ? വീണ്ടും രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി ആകുന്നതല്ലാതെ നമ്മുടെ രവീന്ദ്രൻ അനങ്ങുന്നില്ല, വേറെ ആരും അനങ്ങുന്നുമില്ല. നമ്മുടെ ചന്ദ്ര ആ റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ്. സച്ച് വെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ചന്ദ്ര ഇതുവരെ ഡോറിട്ട് തുറന്നിട്ടുമില്ല. ആകെപ്പാടെ മൊത്തം സീൻ വഷളായിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ സച്ചിയുടെ അടുത്ത് രേവതി വന്നിട്ട് പറഞ്ഞു, സച്ചേട്ടാ അച്ഛൻ ദേഷ്യത്തിൽ തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു, സച്ചേട്ടൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താ സച്ചേട്ടാ ചെയ്യേണ്ടത്? അമ്മ എത്ര നേരമായി അതിനകത്ത് ഇരിക്കുന്നത്. അമ്മ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. തെറ്റ് ചെയ്തിട്ടും അമ്മ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, തെറ്റ് പറ്റിപ്പോയെന്ന് ക്ഷമിക്കാൻ പറയത്തില്ലേ? അമ്മ അത് അംഗീകരിക്കുന്നില്ല രേവതി. അതാണ് അച്ഛൻ ഇത്ര ദേഷ്യം, അല്ലാതെ വേറൊന്നുമല്ല. എൻ്റെ ഈശ്വര, ഇനി എന്തൊക്കെ കാണേണ്ടി വരും. അച്ഛനും അമ്മയും വാശി തന്നെയാണ്. വിഷമം കാരണം അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നാ എനിക്ക് പേടി. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെയൊന്നും അമ്മ ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു ധൈര്യമൊന്നുമില്ല. അമ്മ മുറി കിടന്ന് പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. രാവിലെ ഉറങ്ങി എണീറ്റിട്ട് സാധാരണ പോലെ തന്നെ മുറി തുറന്ന് പുറത്ത് വരും. നീ കണ്ടോ, അതാ സംഭവിക്കാൻ പോകുന്നത്. അമ്മേനെ എനിക്കറിയത്തില്ലേ, അമ്മയ്ക്ക് അങ്ങനെ ഈ ലോകം വിട്ടു പോകാനൊന്നും ഉള്ള ധൈര്യമൊന്നുമില്ല. രേവതി നീ അതൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ രേവതി, പോട്ടെ സാരമില്ല, നീ എണീക്ക്, ബാ നമുക്ക് പോയി കിടക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ ഉറക്കം വരാനാ? എനിക്ക് ഉറക്കം വരുന്നില്ല. ശരിയാ, ഉറക്കമൊന്നും വരുന്നില്ല. പക്ഷെ അച്ഛൻ്റെ സങ്കടം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരിക രേവതി. എനിക്ക് അമ്മയെ ഓർത്താ പേടി. ഈ ഒരു അവസ്ഥയിൽ അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തേക്കാം. അച്ഛൻ വിളിച്ചാൽ ഉറപ്പായിട്ടും അമ്മ വാതിൽ തുറക്കും. അതിന് അച്ഛൻ ചെന്ന് വിളിക്കുന്നില്ലല്ലോ, നമ്മൾ പറഞ്ഞതല്ലേ വിളിക്കാൻ. എന്നോട് ഈ വിഷയത്തിൽ ഇടപെടരുത് എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അതാ അറിയാത്തത് സച്ചേട്ട. വേറെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കും സച്ചേട്ട, അമ്മേനെ എന്തെങ്കിലും പുറത്തിറക്കാനായിട്ട്. കൂടുതലൊന്നും ആലോചിക്കാനില്ല. നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടും തുറന്നില്ലെങ്കിൽ അല്ല സച്ചേട്ടൻ അച്ഛമ്മേനെ ഒന്ന് വിളിച്ച് പറ. അച്ഛമ്മ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും. അയ്യോ, അച്ഛമ്മേനെ വിളിച്ച് ഈ കാര്യം പറയുമ്പം സ്വർണം മാറ്റിയതടക്കം എല്ലാ കാര്യവും പറയേണ്ടി വരില്ലേ രേവതി? അപ്പം അത് പ്രശ്നമാവില്ലേ? നീ അല്ലേ പറഞ്ഞത് അച്ഛമ്മയോട് ആ കാര്യം പറയണ്ടെന്ന്? ശരി, അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മയ്ക്ക് വിഷമമാകും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ. വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ആര് വിളിച്ചിട്ടും അമ്മ വാതിൽ തുറക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ അതിലും വലിയ സങ്കടം വരുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ സച്ചേട്ടാ.
ആ, ഒരാൾ വന്ന് വിളിച്ചാലേ അമ്മ വാതിൽ തുറക്കും. അവർ പറയുന്നത് അമ്മ അനുസരിക്കുകയും ചെയ്യും. എങ്കിൽ അവരെ വിളിച്ച് വരാൻ പറ. ആരാ ആരാ സച്ചേട്ടാ, അവർ വന്ന് അമ്മയോട് വാതിൽ തുറക്കാൻ പറയട്ടെ. വിളിക്കണോ? വിളിക്ക് സച്ചേട്ടാ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്ക്. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വിളിക്കാൻ തുടങ്ങുക. അപ്പോഴത്തേക്ക് രേവതി ചോദിച്ചാൽ സച്ചേട്ടൻ ഈ പറഞ്ഞ ആൾ ആരാണ്? അത് നിനക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. എന്നാൽ പിന്നെ വേഗം വിളിക്ക് സച്ചേട്ടാ, ആൾ ആരാന്ന് പറയുമൊന്നും വേണ്ട, പെട്ടെന്നൊന്ന് വിളിക്ക്, സമയം ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഫോണൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയും ശ്രുതിനെയാണ്. അങ്ങനെ ശ്രുതി ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് നേരം വെളുത്തു, എൻ്റെ പൊന്നു ശ്രുതി ഒന്ന് എണീക്കുക. അപ്പം അമ്മ ഇതുവരെ ഡോറ് തുറന്നില്ലേ എന്ന് പറഞ്ഞ് ഞെട്ടി എണീക്കുകയാണ് നമ്മുടെ ശ്രുതി. എന്നിട്ട് വീണ്ടും നമ്മുടെ ശ്രുതിയും കൂടെ വാതിൽ തുറക്കുക, ആൻറ്റി വാതിൽ തുറക്ക്, അമ്മ വാതിൽ തുറക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും മാറി മാറി വിളിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സച്ചിയും രേവതിയും കൂടെ വന്നു. അങ്ങനെ സച്ചി പറഞ്ഞു, സച്ചി ചോദിച്ചു എന്താടാ വാതിൽ തുറന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല വാതിൽ തുറന്നില്ല, അമ്മ ഇതുവരെ വാതിൽ തുറക്കുന്നില്ല. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം നിങ്ങൾ രണ്ടുപേരുവാ. ഓഹോ, ഇപ്പൊ കുറ്റം ഞങ്ങളുടെ തലയ്ക്കായോ? നീ അല്ലേടാ രേവതിയുടെ സ്വർണ്ണം എടുത്തോണ്ട് പോയി വിറ്റത്, എല്ലാത്തിനും കാരണം നീ അല്ലേടാ? ഓ, രേവതിയുടെ ഒരു സ്വർണ്ണം നീ പറയുന്നത് കേട്ടാ തോന്നും 100 പവനെ ഞാൻ കൊണ്ട് വിട്ടെന്ന്. എടാ വൃത്തികെട്ടവനെ, മര്യാദയ്ക്ക് സംസാരിച്ചോ? 1 പവനായിട്ട് 1/2 പവനാണെങ്കിൽ പോലും ഞങ്ങൾക്കത് വിലപ്പെട്ടതാ. കള്ളത്തരം കാണിച്ചിട്ട് ഒരു കൂസലും ഇല്ലല്ലേ, കയ്യും കാലും ഓടിച്ചോണ്ടല്ലേ ഞാൻ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ലല്ലേ. എടാ നീയാടാ അമ്മയ്ക്ക് ഇതൊക്കെ സംഭവിച്ചത്, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അമ്മയ്ക്ക് അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീ കാരണമാണ്. സച്ചേട്ടൻ ഒരിക്കലും അപമാനിച്ചിട്ടില്ല എന്നിങ്ങനെ രേവതി പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും സ്നേഹമില്ല എൻ്റെ അമ്മയോട്. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് രണ്ടർക്ക് സമാധാനമാകും. അതിനുവേണ്ടി നോക്കിയിരിക്കല്ലേ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ. എടാ മിണ്ടാതിരുന്നോടാ ശ്രുതി, നിനക്ക് മിണ്ടാതിരിക്കുന്നത് നല്ലത്. ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ നിന്നെ കൊല്ലും കേട്ടോടാ. അടിച്ച് ചെപ്പക്കുറ്റിയുടെ ഷേപ്പ് മാറ്റുന്നു. ഏതായാലും അടിയും ബഹളവും ആയിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയൊക്കെ ആയി വല്ലാത്ത പ്രശ്നം നടക്കുകയാണ് ശ്രുതിയും സച്ചിയും തമ്മിൽ. ലാസ്റ്റ് ശ്രീകാന്ത് വന്നിട്ടാണ് വലിച്ചു പിടിച്ച് മാറ്റുന്നത്. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു നിങ്ങൾ പരസ്പരം തല്ലുകൂടാതെ അമ്മേനെ പുറത്താക്കാൻ നോക്ക്. ആരോട് പറയാന്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? അപ്പം നമ്മുടെ വർഷ പറഞ്ഞു എന്തിനാ ഇത് വലിയ വിഷയം ഉണ്ടാക്കുന്നത്, വിശക്കുമ്പം ആര് താനേ പുറത്ത് വന്നോളും. അപ്പോൾ വീണ്ടും ശ്രീകാന്ത് പറയാം വർഷയെ നീ മിണ്ടാതിരിക്കുക. അപ്പോൾ ശ്രുതി പറഞ്ഞു എടാ ശ്രീകാന്തെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് അമ്മയെ മുറിയിൽ നിന്ന് വെളിയിൽ ഇറക്കാതെ ഈ സച്ചിയായിട്ടൊന്നും ചെയ്യത്തില്ല. നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഇവൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ശ്രീകാന്തെ എത്രയും പെട്ടെന്ന് നമുക്ക് അമ്മേനെ വെളിയിൽ ഇറക്കണം. നമ്മുടെ രവീന്ദ്രൻ ഇതെല്ലാം വന്ന് നിന്ന് കേൾക്കുന്നതല്ലാതെ രവീന്ദ്രൻ ഇതിൽ ഇടപെടുകയേ ചെയ്യുന്നില്ല കേട്ടോ. ഇതിനിടയ്ക്ക് ശ്രുതി പറഞ്ഞു ശ്രുതി പറഞ്ഞത് സത്യമാണ്, സച്ചിക്ക് ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമല്ലാതെ യേശുന്നേ ഇല്ല. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു അതെ നിങ്ങളാരും കൂടുതൽ പറയുമെന്ന് വേണ്ട, അമ്മേനെ മുറിയിൽ നിന്ന് വെളിയിൽ ഇറക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് തന്നെ സച്ചേട്ടൻ ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളെപ്പോലെ കതവ് കൊട്ടിക്കൊണ്ട് നിൽക്കുകയല്ല. അയ്യോ പിന്നെ ഇവ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് പുറത്ത് ഒരാൾ വരുന്നതായിട്ട് കാണിക്കുന്നത്. ഒരു മങ്ങി ഇതിലാണ് കാണിക്കുന്നത്, വേറെ ആരുമല്ല നമ്മുടെ ഭാമയാണ് കേട്ടോ. അങ്ങനെ ഭാമ വന്നിട്ട് രവിയേട്ട എന്താ രവിയേട്ട ഇവിടെ പ്രശ്നം, എന്താ രവിയേട്ട സംഭവിച്ചത്? അല്ല നീ എന്താടി രാവിലെ തന്നെ? അതെ ഇവിടെ ചന്ദ്ര റൂമിൽ കയറി വാതിലടച്ചിരിക്കുകയാണ്, എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല എന്നൊക്കെ സച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നാലേ തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു, അതാ ഞാൻ വന്നത്. അപ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടി കേട്ടോ, കാരണം നമ്മുടെ സച്ചിയാണല്ലോ നമ്മുടെ ചന്ദ്രനെ വെളിയിൽ ഇറക്കാൻ വേണ്ടി ഭാമേനെ കൊണ്ടുവന്ന് എന്ന് മനസ്സിലായി. അപ്പോൾ രേവതി പറഞ്ഞു കേട്ടോ അമ്മയോട് സച്ചേട്ടനുള്ള സ്നേഹം ഉണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, സച്ചേട്ടൻ സ്നേഹം പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, സച്ചേട്ടൻ്റെ അമ്മ എന്ന് വെച്ചാൽ ജീവന. അപ്പോൾ നമ്മുടെ ഭാമ പറഞ്ഞു സച്ചി എല്ലാം എന്നോട് പറഞ്ഞു, സത്യം എല്ലാം അറിഞ്ഞല്ലേ? അപ്പം നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു അല്ല നിനക്കിത് മുന്നേ അറിയായിരുന്നല്ലേ? അറിയായിരുന്നു രവിയേട്ടാ, എന്നോട് ചന്ദ്ര മുന്നേ പറഞ്ഞായിരുന്നു അവള് അങ്ങനെ ചെയ്യരുതായിരുന്നു രവിയേട്ടാ, എനിക്കറിയാം അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, വലിയ തെറ്റ്, മഹാപാപം, ശ്രുതിക്ക് വേണ്ടിയാണ് അവൾ സ്വർണ്ണം എടുത്ത് കൊടുത്തതെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്തിനാ വെറുതെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാക്കരുത്. ചന്ദ്രയോട് സംസാരിക്കണം, ചന്ദ്രയോട് വെളിയിൽ ഇറങ്ങി വരാൻ പറയണം. നിങ്ങളാ അവൾക്ക് എല്ലാം, നിങ്ങളോട് ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അതെനിക്കറിയാം, എന്നോട് അവൾക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്, അതാണല്ലോ അവളിപ്പോൾ കാണിച്ചത്. അവൾ ഓരോന്ന് എന്നോട് പറയാതെ ചെയ്യുന്നത് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിട്ടാണല്ലോ. എൻ്റെ പൊന്നു രവിയേട്ട ശ്രുതിക്ക് വേണ്ടിയല്ലേ അങ്ങനെ ചെയ്തത്, നിങ്ങൾ അവളോടൊന്ന് ക്ഷമിക്ക്, നിങ്ങളൊന്ന് ചെന്ന് വിളിക്ക്, ഒന്ന് സംസാരിക്കുക. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പോയി വിളിക്കത്തില്ല, അത് ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഭാമയാൻറ്റി
ഭാമയാൻ്റെ ഒന്ന് ചെന്ന് വിളിക്ക്, ചിലപ്പോൾ അമ്മ വാതിൽ തുറന്നാലോ. ഞാൻ വിളിച്ചു നോക്കാം, അല്ലാതിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് നമ്മുടെ ഭാമ പോവാണ്. അങ്ങനെ ഭാമ ചെന്നിട്ട്, എടി ചന്ദ്ര, നീ എന്തിനാടി അകത്ത് കയറിയിരിക്കുന്നത്, നീ വാതിൽ തുറക്കടി, എടി വാതിൽ തുറക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ. ഏതായാലും ചന്ദ്രനെ വിളിച്ച് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രവാതിൽ തുറന്നു വരുന്നതും പുതിയ ചന്ദ്രയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചന്ദ്ര പുതിയതായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ പഴയ ചന്ദ്ര മാറിയിട്ടോ, നമ്മുടെ പഴയ ചന്ദ്ര അല്ല, ഇനിയിപ്പം നമ്മളെല്ലാം കാണുന്നത് ഒരു പുതിയ ചന്ദ്രനെയാണ് കേട്ടോ. അപ്പം നമ്മുടെ പഴയ ചന്ദ്ര തൽക്കാല അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് വേറൊരു ചന്ദ്രനെയാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കഥാപാത്രം ഇനിയിപ്പം നമ്മുടെ പഴയ ചന്ദ്രയല്ല. എല്ലാവർക്കും മിസ് ചെയ്യുന്നറിയാം പഴയ ചന്ദ്രനെ, കാരണം പഴയ ചന്ദ്രയുടെ അത്രവും ഇനിയിപ്പം പുതിയ ചന്ദ്രയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ പെർഫോം ചെയ്താൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പഴയ ചന്ദ്രയുടെ ആ ഒരു ഇത് തോന്നത്തില്ലല്ലോ അല്ലേ, പഴയ ചന്ദ്രയുടെ ആ ഒരു പ്രൗഢിയും അഹങ്കാരവും ഒക്കെ തോന്നുമെന്നറിയില്ല. ഏതായാലും പുതിയ ചന്ദ്ര കേട്ടോ. അങ്ങനെ ഭാമയല്ല ചന്ദ്ര വാതിൽ തുറന്നതും ഭാമേനെ വിളിച്ച് അകത്ത് കയറ്റിയിട്ട് വീണ്ടും ചന്ദ്ര വാതിൽ അടച്ചു കേട്ടോ. ഏതായാലും എന്നാലും കുറച്ചൊക്കെ ഏകദേശം ഒരു ആശ്വാസം ആയല്ലോ. വേറൊന്നുമല്ല, നമ്മുടെ ചന്ദ്രയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സുധി ഈ ചന്ദ്രയോട് പറഞ്ഞു, ദേ ആ സമയം എത്രയായി, അമ്മ പുറത്തേക്ക് വരുന്നില്ലല്ലോ, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല സുധി, അമ്മേനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് ഭാമയാൻറ്റി പുറത്ത് കൊണ്ടുവരും. അപ്പം നമ്മുടെ വർഷയും പറഞ്ഞു, ഇനിയിപ്പം പേടിക്കാനൊന്നുമില്ല, ഇനിയിപ്പം ആൻറ്റി ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല, ഭാമയാൻറ്റി കൂടെ ഉണ്ടല്ലോ. അപ്പം ശ്രീകാന്ത് പറഞ്ഞു, ഇല്ല എന്തോ പ്രശ്നമുണ്ട്, അതുറപ്പാ, അമ്മ ഇതുവരെ പുറത്ത് വന്നില്ലല്ലോ. എന്ത് പ്രശ്നം, ആൻറ്റി ഓവർ ഡ്രാമ കളിക്കുന്നതാ, അല്ലാതെ വേറൊന്നുമല്ല എന്നിങ്ങനെ വർഷ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയോട് രഹസ്യമായിട്ട് രേവതി ചോദിക്കുക, അല്ല എന്ത് പറ്റി അമ്മ മുറിയുടെ പുറത്തേക്ക് വരാത്തത്? വേറൊന്നുമല്ല രേവതി, അമ്മയ്ക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കാനേ ചെറിയൊരു നാണക്കേട് കാണുമായിരിക്കും, അതായിരിക്കും മുറിയുടെ പുറത്ത് വരാത്തത്. സത്യമാണോ? അതായിരിക്കുമോ സച്ചേട്ടാ? അതേന്നേ പറയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഭാമ പതുക്കെ വാതിൽ തുറന്നു, ഭാമയുടെ പുറകെ ചന്ദ്ര ഇറങ്ങി വരുന്നു. സച്ചി ഇങ്ങനെ നോക്കുന്നു, രേവതി ഇങ്ങനെ നോക്കുന്നു, ശ്രുതിയും ഒക്കെ ഇങ്ങനെ നോക്കുന്നു. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാൻ മതി. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുത്.